നമ്മൾ ഇന്ന് നമ്മളിവിടെ അടുത്തുള്ള ഒരു തിയേറ്ററിലെ നമ്മൾ കൽക്കി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകട്ടോ. കൽക്കിയുടെ ഹിന്ദിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പടം കണ്ടിട്ട് പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. Hey guys, which movie you gonna watch? What's the movie? Kalki. Who is the hero in Kalki, Leon? He forced us. I am forcing you to watch Kalki movie. After the movie you won't say that look. അപ്പോൾ കൽക്കി മൂവി പറഞ്ഞ പോലെ പിള്ളേർക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിള്ളേർക്ക് എത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അവർക്ക്. പടത്തിന് വൻ റിവ്യൂ ഒക്കെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പോകാമെന്ന് വെച്ചത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ കേട്ടോ. അടുത്ത് തന്നെയാണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. ആ കാണുന്ന അവിടെയാണ് കേട്ടോ നമ്മുടെ തിയേറ്റർ വരുന്നത്. കണ്ടോ, നമുക്ക് അവിടെ ചെല്ലണം. ഇവൻറ്റ് ചെല്ലണം. ഇവൻറ്റ് സിനിമാസ് ആണ് കേട്ടോ തിയേറ്റർ. നമുക്ക് അവിടെ ചെല്ലണം. ഞങ്ങളുടെ തിയേറ്ററിലിരിക്കുന്നത് ഷഹാബ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടുത്തെ സിറ്റിയാണ്. അതിനടുത്ത് തന്നെയാണ് ഇവൻറ്റ് സിനിമാസ് ഇരിക്കുന്നത്. അതിൻ്റെ നടുക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ സ്ഥലമെത്തി. അപ്പോൾ തിയേറ്റർ ഈ ബിൽഡിംഗ് തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ പാർക്കിംഗ്? അതാ അവിടെയാണ് തിയേറ്റർ ഇവൻറ്റ് വരുന്നത് കേട്ടോ. പടം തുടങ്ങാറായി കേട്ടോ. വാട്ട് മൂവി ലിയോ? കൽക്കി. I'll tell you the story later. അതാണ് കേട്ടോ ഇവൻറ്റ് സിനിമാസ്. അപ്പോൾ ഈ ലവാര റീജിയനിലെ ഒരു മെയിൻ ഇവൻറ്റ് സിനിമാസ് ആണ് കേട്ടോ ഷെൽ ഹാർബറിലുള്ള. എന്നടാ ഒരു ചാഞ്ചാട്ടം. ഇവിടെ ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. Alright guys, let's go and watch the movie. What's that movie again? Yeah. Deadpool and Wolverine. Is that a good movie? Yeah. പടം തുടങ്ങി കേട്ടോ. അഡ്വർടൈസ്മെൻ്റ് ആണ് നാളെ. നമ്മൾ മൂവി 8-ലാണ്. Which theater? Cinema 8? Yeah. That's the one, right? Yeah. Started, Luca. So where's your seat? Let me check. You'll be here. 3, 4, 5, 6, 7, 8. 4, 5, 6, 7. പടം തുടങ്ങിയാൽ നോക്കട്ടെ. അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ. Do you know which language the movie is? It's not English. Malayalam. No, Hindi. Hindi. Malayalam. Do you understand? Why you came? Tell me to. Because I told you to. You forced me. I forced you. हिंदुस्तान की सबसे बड़ी एयरलाइन बनाई उसने. 1 रुपया लेकर भी उड़ने का सपना देख सकता है. पर ही शंबाला की बुनियादें गिरन. Shobana. What did he say? I hate this movie. Why? What's the problem with this movie? It sucks. It sucks. He can't even understand Fortnite anything. He can't even. इतने रोज कहाँ थी तू? हाँ? It's showing the trashy thing. लैब्स लेके जाओ इसे. तेरा बच्चा गिरा देंगे. फिर तुझे यूज करेंगे. You like it? You enjoying it? I'm getting the story, right? This is the first part of the franchise movie. What's franchise movie or series movie or a universe? Oh, so yeah, franchise. It's a universe, huh? Kalki universe. So this is the first one, and there will be more coming. So you better know the first one very well. So then what will happen is when they get more money from this movie, they will invest more money on the next ones, so they can spend more money on the next sequels, right? You dancing? Luca, come here. Like this song. This song only? What about the movie? Song. Will you come back to watching more Hindi movies? No. No more? English. Only English movie? Johnny
double chin singer. He's the Ohio vet singer. Ohio? What is Ohio meaning? You know Sigma Pi Sanjay? Is a Sigma face? What does that mean? Sigma face ആണോ ഇത്? Why they do that? ഇത് എവിടുന്ന് വരുന്നത്? ഇതെങ്ങനെയാണ് സംഭവം? ഇതിന്റെ അർത്ഥം എന്നാടാ? Oh, look, that. Oh, Sumiti. Hi, मेरा नाम कायरा. അങ്ങനെ പടം കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി ഭയങ്കര ലെങ്താണ്. ശരിക്കും എത്രമാത്രം മനസ്സിലായി എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ കുറേ ഫൈറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, വെടിയും പുകയൊക്കെ ആയിട്ട്. വലിയ താത്വികമായിട്ട് ഇതിനെപ്പറ്റി ഒന്ന് അവലോകനം ചെയ്യാനുള്ള ശേഷിയില്ല കേട്ടോ. നിനക്കെല്ലാം മനസ്സിലായല്ലോ. വാട്ട് ഡു യു അണ്ടർസ്റ്റുഡ് ഫ്രം ദ മൂവി? യു ഗോട്ട് എനിത്തിങ്? A dad. Who is your favorite actor in that movie? Who do you like the most? He saved. The old man? No. The other guy? He was a bad guy, then turned to a good guy. Oh, the bad guy turned a good guy. He is the hero of the movie, man. So you understood that part. Very good. Okay, closing time ആയി കേട്ടോ. സമയം മിഡ്നൈറ്റ് ആയി. ഫോട്ടോ ബൂത്ത് അതൊക്കെ എനിക്ക് മനസ്സിലായി. ഭൂമി രക്ഷണമെങ്കിൽ കൽക്കി വരണം എന്നാണ് പറയുന്നത്. അതൊക്കെ മനസ്സിലായി. അതിനകത്ത് കുറച്ച് ഗുഡ് പീപ്പിള് അവർക്കൊരു പക്ഷെ അതിന് ഇത്രയും ലോങ് ആക്കുന്നില്ല. എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാം, ഇത് സീരീസ് ഈ സെക്വൽ മൂവീസ് ആയതുകൊണ്ട് ഇവർ ഉള്ള ഒരു ചെറിയൊരു പോയിന്റ് എടുത്തിട്ട് അതൊന്ന് എലാബറേറ്റ് ചെയ്യും. അപ്പം കൽക്കി സിനിമ കണ്ടു കേട്ടോ. അപ്പം ലെങ്ത്ത് നല്ല ലോങ് ആണ്, 3 hours ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം നമ്മൾ ടയർഡായിരുന്നു കേട്ടോ. ആൾ ടയർഡായിരുന്നു. നമ്മൾ മോർണിംഗ് ഷിഫ്റ്റെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടെ അങ്ങനെ എൻ്റെ സിനിമ ലേറ്റായിരുന്നു. 9 മണിയായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ അല്പം നമുക്ക് നല്ലൊരു മടുപ്പുണ്ടായിരുന്നു അങ്ങനെ, അതുകൊണ്ട് തന്നെ. അപ്പം പക്ഷേ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. പടത്തിൻ്റെ ആ ലെങ്തിലുണ്ടെങ്കിലും പടത്തിനകത്ത് ലാഗൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള അത്രയും അടിപൊളിയായിട്ട് നമ്മളൊരു ഇന്ത്യൻ സിനിമയ്ക്കകത്ത് കാണാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള അനിമേഷനും CGI വർക്കുകളും കാരണം പടം നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കാണ് മുമ്പോട്ട് പോയത്. പിന്നെ എടുത്തു പറയേണ്ടത് അമിതാഭ് ബച്ചൻ്റെ കാര്യം കേട്ടോ. അമിതാഭ് ബച്ചനെ കൊണ്ട് അവരെങ്ങനെയാണ് ആക്ഷൻസും എല്ലാം അത്ര പെർഫെക്ഷനിൽ 100% പെർഫെക്ഷനിൽ തന്നെ അമിതാഭ് ബച്ചൻ്റെ ഫുള്ള് അതിൻ്റെ സൗണ്ടാണ് ഏറ്റവും ഭയങ്കര. പുള്ളിക്കാരൻ്റെ സൗണ്ടിൻ്റെ ആ ഫുൾ എഫക്റ്റോടെ വന്നിട്ട് പുള്ളിയുടെ ആ ഒരു ലുക്കും പുള്ളി ആ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ആ ഒരു ക്രൗര്യം എന്ന് പറഞ്ഞ സാധനമൊക്കെ നമ്മൾ ഇതിൻ്റെ അമിതാഭ് ബച്ചൻ വേറെ ലെവലായിപ്പോയി കേട്ടോ. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. പിന്നെ ചില അനിമേഷൻ ഭാഗങ്ങളൊക്കെ തുടക്കത്തിൽ ഇൻട്രോഡക്ഷനിൽ അമിതാഭ് ബച്ചൻ്റെ അനിമേഷനായിട്ടുള്ള പുരാണ കഥാപാത്രം ആ സീനുകളിലൊക്കെ അനിമേഷൻ അവർ കുറച്ചും കൂടെ അത്രയും പെർഫെക്റ്റ് അനിമേഷൻ അല്ല കൊടുത്തേക്കുന്നത്. അത് ചിലപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തേക്കുന്നതായിരിക്കും പടത്തിൻ്റെ സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ കമൽഹാസൻ്റെ ഇതുപോലെ തന്നെ കമൽഹാസൻ അവസാന സീനുകളിലോട്ട് വരുമ്പോഴാണ് കമൽഹാസൻ്റെ റിയൽ കമൽഹാസൻ വരുന്നത്. അതുവരെയുള്ളതൊരു അനിമേറ്റഡ് ഷേപ്പ് രൂപം പോലെ തന്നെയാണ് തോന്നിയത്. അപ്പോൾ ഇതിനകത്തുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർപ്പസ്ഫുള്ളി അവർ ചെയ്തേക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ മജോറിറ്റി അനിമേഷൻ വർക്കുകളെല്ലാം 100% പെർഫെക്ഷനിൽ തന്നെ ഒരു ഹോളിവുഡ് സിനിമ കാണുന്നവരെ തന്നെയാണ് തോന്നിയത് എല്ലാ രീതിയിലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ഹോളിവുഡ് സിനിമയ്ക്കകത്ത് നമ്മുടെ ശോഭനയും നമ്മുടെ അന്നാബനും ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ഫീല് വേറെയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഒരുപാട് പേര് ഈ പടത്തിനകത്തുണ്ട്. നമ്മുടെ ദുൽഖർ സൽമാനും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനം തോന്നും കേട്ടോ ആ സീനുകളൊക്കെ കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ പടം മൊത്തം അടിപൊളിയായിരുന്നു. അന്നാബനൊക്കെ എൻ്റെ തന്നെ അന്നാബനൊക്കെ ചെയ്തേക്കുന്ന ആക്ഷനൊക്കെ എന്നാ ഏത് ടിപ്പിക്കൽ ഹോളിവുഡ് ആക്ഷനൊക്കെയാണ് പുള്ളിക്കാരി ചെയ്തേക്കുന്നത്. നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നവരവൻ എത്ര മനോഹരമായിട്ടാണ് പുള്ളിക്കാരി അത് ചെയ്തേക്കുന്നതും പിന്നെ എന്ത് ലക്കിയാണ് പുള്ളിക്കാരിക്ക് ആ ഒരു റോള് അവർ കൊടുത്തല്ലോ എന്നേ. അത് അടിപൊളിയായിട്ട് അതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പടം ത്രൂ ഔട്ടും അങ്ങനെ തന്നെയാണ്, അടിപൊളിയാണ് പടം. നമുക്കിങ്ങനെ അത്ഭുതപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. അപ്പം അതൊരു സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് ഗ്രേറ്റ് ആണ് കേട്ടോ. അതിൻ്റെയൊക്കെ എല്ലാ ക്രെഡിറ്റും അതിൻ്റെ ഡയറക്ടർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ എനിവേ എല്ലാവരും പടം കാണുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.